ഏഴാറ്റുമുഖം ലൊക്കേഷനിലേക്കാണ് ഇന്ന് യാത്ര പോകുന്നത്. ആ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിക്കുള്ള രണ്ട് റോഡ് സൈഡിൽ കാണുന്ന എണ്ണപ്പനയുടെ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. രണ്ട് റോഡ് സൈഡിലും ഇങ്ങനെ തന്നെയാണ്. അങ്കമാലി മുക്കുന്നൂർ റൂട്ടിലാണ് ഇത് നമുക്ക് കാണാൻ പറ്റുക. അതായത് സിറ്റി ലൈഫിൽ നിന്ന് നമുക്ക് മാറി ട്രാഫിക് ഇല്ലാതെ കണ്ടോ, ഈ രണ്ട് സൈഡ് എണ്ണപ്പനകളാണ്. അതിന്റെ തണലും കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകുന്ന യാത്ര അടിപൊളിയാണ് ലൊക്കേഷനിലേക്ക് എത്തുന്നത്. കൂടാതെ ഈ ഭാഗങ്ങളിലൊക്കെ ആനയുടെ ശല്യം ഉണ്ടാവും. അപ്പോൾ അത് കുറച്ചും കൂടി ശ്രദ്ധ വേണം. ഏഴാറ്റുമുഖം തൂക്കുപാലം അങ്ങനെ പറഞ്ഞാൽ കുറച്ചും കൂടി ആൾക്കാർക്ക് അറിയുള്ളൂ. ഏഴാറ്റുമുഖം പ്രകൃതിഗ്രാമം എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ആ ലൊക്കേഷനിലെത്തി. ആ പാർക്കിംഗ് ഏരിയയിൽ കണ്ടോ, ഇതുപോലെ കുരങ്ങന്മാർ എപ്പോഴും ഉണ്ട്. പോകുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ വണ്ടി ലോക്ക് ചെയ്തിട്ടേ പോവാവും. ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് ഓടിച്ചു വിട്ടാലും അവരവിടെ തന്നെ ഉണ്ട്. നമുക്ക് തുടക്കം തന്നെ നമുക്ക് ഇതൊക്കെ കണ്ട് ആസ്വദിച്ചതിന് മുമ്പോട്ട് പോകാൻ പറ്റും. ഒരു ഫാമിലി ആയിട്ട് ഇഷ്ടംപോലെ കുരങ്ങുകളുണ്ടാവും. ഏഴാറ്റുമുഖം എൻട്രൻസിൽ നിന്ന് നമ്മൾ കുറച്ച് മുമ്പിലേക്ക് നടക്കാം. നമുക്ക് അവിടെ ഇരിക്കാനുള്ള സ്പേസും ഒരുപാട് തണലുണ്ട്. നമുക്ക് ഫാമിലി ആയിട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആണ്. നമുക്ക് ആ ലൊക്കേഷനിലേക്ക് കുറച്ച് നീങ്ങാം. നമുക്കൊരു വേനൽ ടൈമിലാണ് ഞാൻ പോയത്. അപ്പോൾ പുഴ കുറച്ചുകൂടി വരണ്ടാണ് ഇരിക്കുന്നത്, ചൂടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കണം. കണ്ടോ, ഇതാണ് ഏഴാറ്റുമുഖം തൂക്കുപാലം. നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇതുപോലെ തന്നെ സ്പേസ് ഉണ്ട്. ആ ചാലക്കുടി പുഴയുടെ കുറുകെയുള്ളൊരു തൂക്കുപാലാണത്. ഈ അടുത്തിടയ്ക്കാണ് അത് കുറച്ചും കൂടി കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് അത് പെയിന്റ് അടിച്ച് നല്ല രീതിയിൽ ഓപ്പൺ ആക്കി കൊടുത്തത്. ഈ പുഴ വാഴച്ചാൽ അതിരപ്പള്ളിയിലൂടെ ഒഴുകി ഇവിടെ എത്തുമ്പോൾ പല ശാഖകളായിട്ട് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് ഏഴാറ്റുമുഖം എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. തൂക്കുപാലത്തിലേക്ക് നമുക്ക് കയറി കഴിഞ്ഞാൽ ചെറിയൊരു ആട്ടമുണ്ട്, നല്ല സേഫാണ്, നമുക്കൊന്നും പേടിക്കണ്ട. ഇത്രയും നീളത്തിലുള്ള ഒരു തൂക്ക് കേരളത്തിൽ ഇവിടെ ആയിരിക്കും ഞാൻ കണ്ടതിൽ വെച്ചിട്ട്. ചാലക്കുടി പുഴയിൽ നിന്ന് ഒഴുകി വന്ന വെള്ളമാണത്. ഇത് വേനൽ ടൈമാണ്. അത് അണ കെട്ടി പുഴ അവിടെ നിർത്തിയിരിക്കുകയാണ്. ഉണ്ടോ, അടിപൊളി ഭംഗിയാണ്. നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ വന്ന് നിൽക്കും. ഒരു ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് നല്ല കാറ്റുണ്ട്. നമുക്ക് ഇത്രയും വെയിലില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ആ കാറ്റും കൊണ്ട് അപ്പോഴേ നല്ല രീതിയിൽ ആസ്വദിക്കും. ഇവിടുന്ന് കിട്ടുന്ന ഒരു വ്യൂ അടിപൊളി കേട്ടോ. ഒരു പുഴയുടെ നടുക്ക് നമ്മളിങ്ങനെ കയറി നിൽക്കുന്ന ഒരു പ്രതീതി കിട്ടും. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയ ഒരു സഹായം, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ മാത്രമേ ചാനൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. എൻ്റെ റിക്വസ്റ്റാണ്. ഫസ്റ്റ് കാണുന്നവരാണ് വീഡിയോ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫാമിലി ആയിട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ട് തന്നെയാണ്. കാരണം നമുക്ക് കുട്ടികളായാലും അവിടെ പാർക്കും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഏറ്റവും നല്ല പ്ലേസിൽ നമുക്കൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബക്കറ്റ് ലിസ്റ്റിൽ ഇത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം 100%. നമുക്ക് ആ തൂക്കുപാലത്തിൻ്റെ വ്യൂ ഉണ്ടല്ലോ, ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ നോക്കിയാൽ അറിയാം. അത്രയും മനോഹരമാണ്. കാണുന്ന മലകളൊക്കെ നോക്കി തൂക്കുപാലത്തിൽ തന്നെ ഇഷ്ടം പോലെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും ടൈം. കണ്ടോ, നമുക്ക് പുഴയുടെ ഒരു സെൻറ്ററിൽ നമുക്ക് ഇത്രയും ഒരു വ്യൂവിൽ നമുക്കൊരിക്കലും ആസ്വദിക്കാൻ പറ്റില്ല. കാരണം വർത്താണ്. നമ്മൾ ധൈര്യമായിട്ട് വണ്ടി എടുത്ത് പോകുന്നു. ചൂടുള്ള സമയം കൊണ്ട് ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ കൊടയും ചൂടി ആൾക്കാർ വരുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് ആണ് നിങ്ങൾക്ക് വരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം. നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാം. അപ്പുറത്തേക്ക് ഇതുപോലെ തന്നെ ഇത് കണ്ടോ, നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, കാട് പോലെ നിൽക്കുന്ന കാണാം. നല്ല തണലാണ് അപ്പുറത്തെ സൈഡ്. അവിടെ ഫുഡ് കോർട്ട് ഉണ്ട്. ഇതുപോലെ നമുക്കൊരു പാർക്ക് പോലെയാണ്. അടിപൊളി ഒരു കിടക്കാച്ചി വ്യൂ ആണ് നമുക്ക് അവിടുന്ന് കാണാൻ പറ്റുന്നത്. കണ്ടോ, നമുക്ക് സൈലന്റ് പ്ലേസ് ആണ്. കാരണം അവിടെ ട്രാഫിക്കിന്റെ ഇഷ്യൂസോ അങ്ങനെ സൗണ്ടോ ഒന്നുമില്ല. നല്ല അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ഇഷ്ടംപോലെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ ഡെയിലി. നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് നമ്മൾ വന്ന എൻട്രൻസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് പോയി നോക്കാം. ഉണ്ടോ, അതുപോലെ തൂണുകളിൽ ഇങ്ങനെ കയറ് കെട്ടി
അതിന് ബലം കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇഷ്ടംപോലെ നമുക്ക് ഒരു പാർക്ക് പോലെയാണ്. ഫുഡ് കോർട്ട്, പാർക്ക്, ഫാമിലി ആയിട്ട് ഒരുപാട് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാം. താഴെ കാണുന്ന സ്ഥലമൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റിയ കുറേ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഉള്ളിലേക്ക് ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് പോകും തോറും നമുക്ക് അതിൻ്റെ ഒരു കാടിൻ്റെ സൈഡിലേക്കുള്ള ഒരു വ്യൂവും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇത് നമ്മൾ വന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ഒരു വ്യൂ ആണ്. ഈ എറണാകുളം ജില്ലയിലൊന്നും ഈ ഒരു സ്പോട്ട് ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം നമുക്ക് 1 ഡേ ട്രിപ്പിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷനാണ്. 2 ടൈം ഏറ്റവും ബെസ്റ്റ് ടൈം ഇരിക്കുന്നത് മഴക്കാലത്താണ്. നമുക്ക് ഇത്രയും വെയിൽ ചൂടും കാര്യങ്ങളും ഉണ്ടാവില്ല. ഫാമിലി ആയിട്ട് വരാൻ പറ്റും. എല്ലാ സൗകര്യവും നമുക്ക് അവിടെ ഉണ്ട്. ഫുഡ്, എല്ലാ സേഫ്റ്റി എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യണ്ടെങ്കിൽ ഒരു മടി വിചാരിക്കരുത്. ഈ സ്പോട്ട് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം. ഏകദേശം വെയിലൊക്കെ കുറഞ്ഞു തുടങ്ങി. കണ്ടോ, അതിലൂടെ നടക്കുന്നത് ഫീൽ ഉണ്ടല്ലോ, വേറെ ലെവലാട്ടോ. എൻ്റെ 2 പുഴയുടെ 2 സൈഡും കണ്ട് ആ ഭംഗി കണ്ട് നമുക്ക് പാലത്തിൽ ഇഷ്ടംപോലെ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒരു റെസ്ട്രിക്ഷൻ അവിടെ ഇല്ല. പാറക്കെട്ടിലൂടെ ഇങ്ങനെ പാറയിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി ഒഴുകി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. അപ്പോൾ നമുക്ക് അത്രയും ഭംഗിയുള്ള സ്പേസ് തന്നെയാണ്. ആ കാണുന്ന ഒരു സ്പോട്ടിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ്, ഒരു ആംഗിളാണത്. കപ്പാലത്തിൻ്റെ എല്ലാ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കുറച്ചുകൂടി തണലുണ്ട്. നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇറങ്ങി കുളിക്കാൻ പറ്റും. ചെറിയ കനാല് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഇറങ്ങുക. ഫാമിലി ആയിട്ട് നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യം കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. അവിടെ അടുത്ത് കാണുന്ന ഒരു പാർക്കാണ്. ഇത് കണ്ടോ, ആശമാർ എല്ലാ പാർക്കിലും കയറി നിൽക്കുകയാണ്. ഇവർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഊഞ്ഞാലാടാൻ പറ്റുള്ളൂ. വേറെ ശല്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ ഒരുപാട് ഫുഡ് കൊടുക്കാണ്ടിരിക്കുക. കാരണം ഫുഡ് കൊടുത്ത് ഒരു കൂട്ടമായിട്ട് ഇങ്ങോട്ട് വരും. നമുക്ക് അതിനോട് ചേർന്ന് ഇങ്ങനെ പാർക്കുണ്ട്. ഇവിടെ നിന്നാലും നമുക്ക് ആ പാലത്തിൻ്റെ വ്യൂവും കാര്യങ്ങളും കാണാൻ പറ്റും. ഫാമിലി ആയിട്ട് ആ മരത്തിൻ്റെ താഴെ അവിടെ ഒരു വെയിലും ബുദ്ധിമുട്ടും ഒന്നുമില്ല. ഏറുമാടാണ് അവിടെ നിന്ന് കാണുന്നത്. അതിലേക്ക് പോകാനുള്ള വഴിയും അതിൽ തന്നെയുണ്ട്. കണ്ടോ, കുട്ടികൾക്ക് ഇഷ്ടം പോലെ നമുക്ക് ഫാമിലി ആയിട്ട് വരുമ്പോൾ കുട്ടികളൊക്കെ ഇവിടെ നിർത്തിക്കൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നല്ല നല്ല തണലും അവിടെ ഉണ്ട്. നമുക്ക് വെയിലിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവിടെ വരില്ല പകൽ ടൈമിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ലൊക്കേഷൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങളോട് ഞാൻ പറഞ്ഞു. തിരിച്ച് ഞങ്ങൾ പോകുന്ന റൂട്ടാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഈ ചാനലിന്. കാരണം നിങ്ങളുടെ എല്ലാ ചെറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റും കൂടി എനിക്ക് ആവശ്യമുണ്ട്. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.